സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിരിക്കണം ഡീലിംഗ്, പ്രോബ്ലം ഫോക്കസ്ഡ് ആകരുത്. ഒരു കുട്ടി ക്ലാസ്സിൽ എന്തോ ഒരു ശ്രദ്ധിക്കാതിരുന്നു. നമ്മളെ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യാം. ഈവൻ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, ഒന്ന്. രണ്ട്, ഈ കുട്ടിക്ക് എവിടെയോ എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ, ആ പ്രയാസം എങ്ങനെ പരിഹരിക്കാം? റൂട്ട് പോകുന്നത് കാണുന്നുണ്ടോ? ഒന്നാമത്തത് എവിടെയാ പോകാന്നറിയോ? ഈ കുട്ടിയോട് നമ്മൾ പറഞ്ഞു, എവിടെയാണോ നോക്കിയിരിക്കുന്നത്, ക്ലാസ്സിൽ നോക്ക്, ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അവനൊന്ന് ആക്ഷേപിച്ചു. ആക്ഷേപിച്ചാൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഉള്ള മൂടും കൂടെ പോയോ? പോയി. ഇനി ആ കുട്ടി വേറെ എന്തെങ്കിലും ഒരു സംഗതി പെരുമാറിയാൽ സന്തോഷം ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അവനെ പ്രിൻസിപ്പൽ സാറുടെ അടുത്ത് കൊണ്ടുപോകും. പ്രിൻസിപ്പൽ സാറുടെ അടുത്ത് കൊണ്ടുപോയാൽ രണ്ട് സാധ്യത. ഒന്ന്, പ്രിൻസിപ്പൽ സാറ് അവിടെ വെച്ച് ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുമ്പോൾ ടീച്ചർക്ക് സംതൃപ്തിയായി, കുട്ടി ഉഷാറാവോ? ഇല്ല. രണ്ടാമത്തത്, പ്രിൻസിപ്പൽ സാറ് ഒരു ഹ്യൂമാനിറ്റിയോടുകൂടെ പെരുമാറുന്നു, ഒരു വിനയവും മനുഷ്യത്വത്തോടെ പെരുമാറുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ സാർക്ക് എന്ത് മനസ്സിലായി? കുട്ടിക്ക് സംതിങ് പ്രയാസമുണ്ട്, അതൊന്ന് പരിഹരിച്ചാൽ തീരുമെന്ന് മനസ്സിലായി. പ്രിൻസിപ്പൽ സാറ് കുട്ടിയോട് ഒന്ന് സംസാരിച്ചു വിട്ടപ്പോൾ തന്നെ കുട്ടി ഓക്കെ ആയി. ടീച്ചർക്ക് എന്താകും? ഷെയിം കേടാകും. ടീച്ചർക്ക് അത് പ്രയാസമാകും. എങ്ങനെയുണ്ട്? ഇതാണ് പ്രോബ്ലം ഫോക്കസ്ഡ് മൂവിങ്. എന്നാലോ സൊല്യൂഷൻ ഫോക്കസ്ഡ് മൂവിങ് എങ്ങനെയാ? കുട്ടിക്ക് എന്തോ ഒരു വിഷമമുണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് നമ്മുടെ മൈൻഡ് തന്നെ മാറി, കൈൻഡ്നെസ് വന്നു, നമുക്ക് കുട്ടിയോട് ഒരു സഹതാപം തോന്നി, കുട്ടിയോടൊരു ഒരു ഒരു ഇഷ്ടം തോന്നി. ആ കുട്ടിയോട് പറയുന്നു, മോനെ എന്തേ പ്രയാസം ഉണ്ടോ? ആ ഇല്ല മിസ്, ഓക്കെ ഞാൻ റെഡി. എത്ര പെട്ടെന്നാ കുട്ടി ശരിയായി. ഒന്ന് പ്രോബ്ലം ഫോക്കസ്ഡ് ഡീലിംഗ്, മറ്റൊന്ന് സൊല്യൂഷൻ ഫോക്കസ്ഡ് ഡീലിംഗ്. വളരെ മൈന്യൂട്ടാണ്, പക്ഷെ റിസൾട്ട് എൻറ്റയർ ഡിഫറെന്റ്. ഇതാണ് അതിലെ വ്യത്യാസം. അപ്പോൾ ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് കൂടി പറയാം അവിടെ തന്നെ. ഒന്ന്, ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതിനെന്ത് ചെയ്യണം എന്നറിയോ? അതിൻ്റെ ഓണർക്ക് തന്നെ അത് വിട്ടുകൊടുക്കണം. അതിന്റെ ബേസിക് ഫണ്ടമെന്റൽ ഫിലോസഫിയാണ്, അതിന്റെ ഒരു ബേസിക് ഫിലോസഫിയാണ്. എന്താ? ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പലപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെന്ത് വേണം? അതിന്റെ ഓണർക്ക് തന്നെ അത് വിട്ടുകൊടുക്കണം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ കുട്ടിയോട് പറയുന്നു, മോനെ ഇത് പരിഹരിക്കാൻ ടീച്ചറുടെ ആവശ്യമുണ്ടേ പറഞ്ഞോട്ടോ, ടീച്ചർ സഹായിക്കും. ഈ പ്രശ്നം തീർക്കാൻ ടീച്ചർ ആവശ്യമുണ്ടേ പറഞ്ഞു, ടീച്ചർ സഹായിച്ചോളാം. അപ്പൊ കുട്ടി ഒരുപക്ഷെ സഹായം ചോദിക്കും, അല്ലെങ്കിൽ കുട്ടി സ്വയം തീർക്കും. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മളതിന്റെ പരിഹാരത്തിന്റെ ആളായി മാറി. നമുക്ക് കുട്ടിയുടെ പ്രശ്നം മനസ്സിലാവോ? ഇല്ല. അപ്പൊ എന്തിലേക്ക് പോകും? പ്രോബ്ലം ഫോക്കസിങ്ങിലേക്ക് പോകും. പ്രശ്നം നമ്മൾ ഏറ്റെടുക്കുകയല്ല ചെയ്യേണ്ടത്, പ്രശ്നം അതിന്റെ ഓണർക്ക് തന്നെ വിട്ടുകൊടുക്കുക. കാരണം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ലൈഫിൽ അത് ഇൽനെസ് അല്ല, നെഗറ്റീവ് അല്ല, അത് അയാളുടെ സ്ട്രെങ്ത് ആണ്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാളുടെ ഇൽനെസ്, ഒരാളുടെ നെഗറ്റീവ് അല്ല, മറിച്ച് അതൊരു സ്ട്രെങ്ത് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കണ്ണില്ലാത്ത ഒരു മനുഷ്യൻ അയാൾ പലപ്പോഴും ഒരു നോട്ട് ടച്ച് ചെയ്താൽ അയാൾ പറയുന്നു, ഇത് 100 50, ഇത് 10, ഇത് 500 പറയുന്നു. നമുക്കങ്ങനെ കഴിയോ? വളരെ പ്രയാസമാണ് നമുക്കങ്ങനെ കഴിയണമെങ്കിൽ. ഒരുപാട് പരിശീലിക്കണം. ഇത് അയാളുടെ സ്ട്രെങ്ത് ആണത്. ഏത് കഴിവുകളെടുത്ത് പരിശോധിച്ചാലും അതൊരു സ്ട്രെങ്ത്തിലേക്കുള്ള വഴിയാണ്. ഒരു പാരൻസ് ഇല്ലാത്തൊരു കുട്ടി പാരന്റ് ഉള്ള ഒരു കുട്ടിയേക്കാൾ എന്താണ്? ആ കുട്ടിയുടെ സ്ട്രെങ്ത് ആണത്. പാരൻസ് ഇല്ലാതെ തന്നെ വളരുന്നു എന്നത് പാരൻസ് ഉണ്ടായിട്ട് വളരുന്നതിനേക്കാൾ വളരെ ഹാർഡാണത്, വളരെ വലിയ സ്മാർട്ട്നെസ് ആണത്. അപ്പോൾ ഏത് പ്രശ്നത്തെ എടുത്ത് പരിശോധിച്ചാലും പ്രശ്നങ്ങളുടെ പൊതുസ്വഭാവം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ പ്രശ്നം ആഗ്രഹിക്കാൻ പാടില്ല, അത് നെഗറ്റീവാണ്. ഉണ്ടായ പ്രശ്നത്തെ അതൊരു ഓപ്പർച്യൂണിറ്റിയായി മനസ്സിലാക്കുക. പ്രശ്നം പരിഹരിക്കാൻ അതിന്റെ ഓണർക്ക് തന്നെ വിട്ടുകൊടുക്കുക.
നമ്മൾ മറ്റുള്ളവർ സെക്കൻഡ് പേഴ്സൺ ആരായി മാറരുത്, ഓണറായി മാറരുത്. സെക്കൻഡ് പേഴ്സൺ എപ്പോഴും പഠിക്കേണ്ടത് നമ്മൾ ശരിയായ സ്മാർട്ട്നെസ് സപ്പോർട്ടീവ് പേഴ്സൺ ആവുക എന്നതാണ്. ശരിയായ സ്മാർട്ട്നെസ് സപ്പോർട്ടീവ് പേഴ്സൺ ആവുക എന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഈസ് റിയലി വെരി സിമ്പിൾ. ലൈഫ് എന്നത് എപ്പോഴും എളുപ്പമാണ്. ലൈഫിലെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ടീച്ചിങ്, സ്റ്റഡി എന്ന് പറയുന്നത്, അധ്യാപനവും പഠനവും. ഇതും വെരി സിമ്പിൾ, വെരി ഈസി. ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ് പഠനവും അധ്യാപനവും. ഇതിന് സാധിക്കും. സ്കൂളിംഗ് എന്നത് നടക്കേണ്ടത് ഒരു സിമ്പിൾ ഫോർമാറ്റിലാണ് നടക്കേണ്ടത്. അത് ടീച്ചർ ഹേർട്ട് ചെയ്യാൻ പാടില്ല, സ്റ്റുഡൻറ്റിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സാധനം ഇല്ല. മറ്റതൊക്കെ സൃഷ്ടിയാണ്, നമ്മുടെ അജ്ഞതയുടെ സൃഷ്ടിയാണ്. ശരിയായ വശം സ്കൂളിംഗ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ, വെരി ഈസി. ഗെയിംഫിക്കേഷൻ ആണ് അതിൻ്റെ മോഡ്, എന്തല്ല ഹാർഡ്നെസ് അല്ല. ഗെയിംഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ ഇവിടുന്ന് ഫുട്ബോൾ കഴിച്ച് എമ്മാതിരി ഓട്ടാതിട്ട് നിങ്ങൾ ഓടുന്നു പറയും. ഓ ഭയങ്കര ഓട്ടം, എന്നാ ഓടിക്കഴിഞ്ഞിട്ട് സങ്കടം ഉണ്ടോ? ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഗെയിംഫിക്കേഷൻ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു നവോന്മേഷം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിച്ചു, പടച്ചോനെ ഇന്നത്തെ കഴിഞ്ഞ് കിട്ടിയല്ലോ, വീട്ടിലേക്ക് പോകാം. അങ്ങനെയല്ല, മറിച്ച് വളരെ ഹാപ്പി. ഫിസിക്കലി നമ്മൾ കുറെ എനർജി ഇവിടെ ബേൺ ചെയ്തിട്ടുണ്ടെങ്കിലും മെന്റലി നാം സ്ട്രെങ്ത് ആണ്. എൻ്റെ മക്കൾ ഈ ഒരു സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഇതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പൊ പിരിയുന്നു. നേരത്തേതിൻ്റെ തുടർച്ചയായി നമുക്ക് മാക്സിമം ചോദിക്കാനുള്ള ലെവലിൽ തന്നെ ചോദിക്കാം. പരമാവധി മറയില്ലാത്ത ചോദ്യങ്ങൾ, മറച്ചുവെക്കളില്ലാത്ത നേരെയുള്ള സ്ട്രൈറ്റ് ക്വസ്റ്റ്യനുകൾ. അത് കുറച്ചും കൂടി നല്ല ഫീലിംഗ് ഉണ്ടാക്കും, നല്ലൊരു സൗകര്യം ഉണ്ടാക്കും. ഇത് ഒരുപാട് സമയം തുറന്ന് ചർച്ചകളായി അങ്ങനെ പോകേണ്ടതാണ്. എന്നിട്ട് എവിടെ എത്തണം എന്ന് ചോദിച്ചാൽ, ക്ലാസ് നമ്മൾ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മെ കാണുന്ന സമയത്ത് സന്തോഷമുണ്ടാവുകയും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ അവരർഹിക്കുന്ന മാക്സിമം ലെവൽ പഠനം ലഭിക്കുകയും ചെയ്യുക. ഈ രണ്ട് ഫോക്കസിങ്ങിലേക്ക് വരണം. ക്യാമ്പസിൽ വരുമ്പോൾ നമ്മളെ ടീച്ചിങ് എന്നത് നമുക്ക് ഒരു റിസ്കി മാറ്റർ ആകരുത്, ഒരു ഭാരമുള്ള മാറ്റർ ആകരുത്. നമ്മുടെ കുട്ടികളും സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും പഠനം എന്ന് പറയുന്നത് റിസ്കി ആകരുത്, സ്ഥാപനത്തിലേക്ക് വരാൻ പ്രയാസം ഉണ്ടാകരുത്. ഇനി ഞാനൊരു കാര്യം കൂടെ ഇടയ്ക്ക് പരാമർശിക്കാം. ഒന്ന്, ഈ കുട്ടികളുടെ മടി ചിലരൊക്കെ പ്രയാസമായിട്ട് പറയാറുണ്ട്. ഒരു ഫോർമുല എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മടി, ഏത് വലിയ മടിയും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഫോർമുല 3 സെന്റൻസ് ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങളെ കംഫർട്ട് പോലെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. 3 സെന്റൻസ് ആണ്. 1, ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. 2, ഉള്ളത് മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ഉള്ളത് മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. 2ാമത്തെ സെന്റൻസ് ആണ്. 3ാമത്തെ സെന്റൻസ്, ഈ ലക്ഷണത്തെ അല്ല പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്. 1, ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. 2ാമത്തെ സെന്റൻസ്, ഉള്ളത് മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ഉള്ളത് മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. 3, ലക്ഷണത്തെയല്ല പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്. ഈ 3 സെന്റൻസ് ഒന്ന് ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കുട്ടിയുടെ മടിയും മാറ്റിയെടുക്കാൻ പറ്റും. ഞാനൊന്നുകൂടി പറയണം. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല.
ഭാഷയുടെ ബുദ്ധിമുട്ടില്ലല്ലോ, ഓക്കെ അല്ലേ? 2, ഉള്ളത് എന്ന് പറഞ്ഞാൽ മടിയായിട്ട് നമ്മൾ കാണുന്നു. ഈ കാണുന്നത് ഉള്ള മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ കാണുന്ന മടി മറ്റേതൊരു പ്രശ്നത്തിന്റെ ലക്ഷണമാണ്. 3, ലക്ഷണത്തെയല്ല പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്. ഇനി ഞാനൊരു സംഭവം പറയാം. ഒരു ദിവസം ഒരു രക്ഷിതാവ് വളരെ പ്രയാസകരമായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹാപ്പി സോണിന്റെ നമ്മളൊരു സെന്ററിൽ വരും. അങ്ങനെ ആ പ്രയാസം മാറിയപ്പോൾ അയാള് എൻ്റെ അടുത്ത് അയാളുടെ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന മകളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ആദ്യത്തെ പ്രശ്നമല്ല എനിക്ക് വലുത്, ഇതാണ് ആദ്യത്തെ വലിയ പ്രശ്നമാണ്. എൻ്റെ ഈ 9ാം ക്ലാസ്സുകാരായ കുട്ടിയുടെ പ്രശ്നം എന്താണ്? മടിയാണ്. 9ാം ക്ലാസ്സുകാരിയായ മകളുടെ പ്രശ്നം മടിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഉള്ളത്? മടി തന്നെ. എന്തിനാണ് മടി? എല്ലാറ്റിനും മടി. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും പറഞ്ഞു എല്ലാറ്റിനും മടിയാണ്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഈ എല്ലാറ്റിനും എന്നുള്ളത് ഉപയോഗിക്കാതെ നിങ്ങൾ ആ വിഷയം ഒന്ന് പറഞ്ഞു തരും, എന്തിനാണ് മടി എന്നത്. അങ്ങനെ അയാൾ പറയാൻ തുടങ്ങി. ഓരോന്ന് പറയുന്നതൊക്കെ അപ്പൊ തന്നെ ഇല്ലാതാകും. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യും. ജനറലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കും. രസകരമായ ഒരു രംഗം പറയാം. ഇതുപോലെ ഒരു പാരന്റിങ് നടക്കുകയാണ്, ഒരു സ്കൂൾ, പബ്ലിക് സ്കൂളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പ്രശ്നം പറഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് എന്നോട് ചോദിച്ചു, കുട്ടിയുടെ വാശി മാറാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് വാശി? എല്ലാറ്റിനും വാശിയാണ്. അപ്പൊ ഞാൻ പിന്നെ ഇതുപോലെ പറഞ്ഞു, എന്തിനാണ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാറ്റിനും എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്തിനാണ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവസാനം അയാൾ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ മെനിയാന്നെന്ന് പറഞ്ഞാൽ ഇന്നലെയുടെ തൊട്ട് മുമ്പുള്ള ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മകന് വേണ്ടി ഞാനൊരു ചെരുപ്പ് കൊണ്ടുവന്നു, പുതിയ ചെരുപ്പ്. അങ്ങനെ ഇത് മകന് കൊടുത്തപ്പോൾ മകൻ അത് ചവിട്ടാൻ സന്നദ്ധമായില്ല, അത് ധരിക്കാൻ സന്നദ്ധമായില്ല. അപ്പോ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, ഇത് ഹൈറ്റ് കൂടുതലാണ്, മടമ്പിന് ഹൈറ്റ് കൂടുതലാണ്, എനിക്കത് ഇഷ്ടമില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു? പഴയ ചെരുപ്പ് തന്നെ ധരിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങള് ആർക്ക് മടിയുണ്ടെന്നാ പറഞ്ഞ എന്ന് ചോദിച്ചു. അപ്പൊ അയാളും എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്താ, ആർക്കാ മടി? അല്ല, ആർക്കാണ് ഈ വാശി? ആർക്കാ? കുട്ടിക്കാണോ? കുട്ടിക്ക് വാശിയുണ്ടോ? ഇല്ല. കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കുട്ടി ധരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലാതെ കുട്ടിക്ക് വാശിയൊന്നുമില്ല. വാശി ആർക്കാ? രക്ഷിതാവിനാണ് വാശി. അപ്പോ അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുക, ശരിയല്ലേ, ഇതാണ് ജനറലൈസ് ചെയ്യുന്നതിന്റെ ഒരു പൊതുവൽക്കരിക്കുക. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്തിനാണ് മടി? അങ്ങനെ ഓരോന്ന് പറഞ്ഞു കേൾക്കാം. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ പലതിനും പറഞ്ഞു അവസാനം ഒന്നിൽ അവസാനിച്ചു. ഒന്നിൽ മാത്രം സ്ഥിരപ്പെട്ടു. അതെന്താ? വായിക്കാൻ മടിയാണ്. ബാക്കിയൊക്കെ തീർന്നു. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ കുട്ടിയെ പിന്നെ സ്കൂളിൽ വെച്ച് തല്ലിയിട്ടുണ്ട്, നമ്മുടെ കുടുംബ സദസ്സുകളിൽ വെച്ച് തല്ലിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ റോഡിൽ വെച്ച് തല്ലിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തു നോക്കി, മാറുന്നില്ല. അങ്ങനെ ഞാൻ അയാളോട് വായിക്കുന്നതിനാ മടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫിലോസഫി പറഞ്ഞ സെന്റൻസ് ഓർമ്മയില്ലേ? പറഞ്ഞു. അയാള് എന്നോട് ചോദിച്ചു, എങ്ങനെ ഇത് പരിഹരിക്കുക? ഞാൻ പറഞ്ഞു, വാ നമുക്ക് പരിഹരിക്കാം. ഹാപ്പി സോണിന്റെ ട്രെയിനിങ് നടക്കുന്ന ഒരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ ഞാൻ ചേരുന്ന ഇതുപോലെ പ്രൊജക്ടർ ഉണ്ട്. ഈ പ്രൊജക്ടർ ഓൺ ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ട് ഒരു മലയാളത്തിലുള്ള കഥ എടുത്തു, കണക്ട് ചെയ്തു. അങ്ങനെ സ്ക്രീനിൽ അത് വന്നു. ഞാനും ഈ മകളും ഈ രക്ഷിതാവും ഒന്നിച്ചിരിക്കുന്നു. ഞങ്ങൾ മൂന്നാളും ഫേസ് ചെയ്യുന്നത് ഈ വാളിലേക്കാണ്, ചുമരിലേക്കാണ്. ചുവരിലുള്ള ഈ മലയാളത്തിലെ കഥ രക്ഷിതാവിനോട് വായിക്കാൻ പറഞ്ഞു ഞാൻ. അയാൾ വായിച്ചു, ഞാനും കേട്ടു, മകളും കേട്ടു. മകളോട് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ മകൾ ഇങ്ങനെ തപ്പാൻ തുടങ്ങി. ഇങ്ങനെ വായിക്കുന്നില്ല, നോക്കി കളിക്കുന്നു. അപ്പൊ ഞാൻ മകളോട് പറഞ്ഞു, കുറച്ച് അടുത്തോട്ട് പോയിട്ട് വായിച്ചു ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അടുത്തോട്ട് പോയപ്പോൾ കുട്ടി വായിച്ചു.
അപ്പോൾ കൂടുതൽ അടുത്തോട്ട് പോകുന്നു, വായിച്ച് തീരുന്നു, ഉഷാറായിട്ട് വായിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞൊരു കുറിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉടനെ നാളെ തന്നെ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. ഈ മോള് നല്ലൊരു കണ്ണട വെച്ചിട്ടുണ്ട്. മോളെ മടി മാറി. മടി ഒരു കുട്ടിക്കും ഇല്ല, ഈ കുട്ടിക്കും ഇല്ല. ഉള്ളതെന്താണ്? കണ്ണിന് കാഴ്ചക്കുറവ് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിന്റെ ലക്ഷണമാണ് മടി. ലക്ഷണത്തെ പരിഹരിക്കണോ? വേണ്ട, കണ്ണിന്റെ കാഴ്ചക്കുറവ് പരിഹരിച്ചാൽ മതി. അപ്പോ ഇത് ഒരു സാമ്പിൾ പറഞ്ഞതാണ്. ഏതു കുട്ടിക്കും നേരത്തെ മിസ് ചോദിച്ചില്ലേ, കുട്ടിക്ക് 15 മാർക്കാണെങ്കിൽ പാസിന് വേണ്ട മാർക്ക് മാത്രമേ വേണ്ടൂ, കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ? ഒരു കാരണം ഉണ്ടാകും. കൂടുതൽ വേണ്ട എന്ന് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാകും. ആ കാരണം കണ്ടെത്തി പരിഹരിച്ചാൽ എളുപ്പമാണ്. ലക്ഷണം പരിഹരിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് നമ്മൾ ചെയ്യുക. അത് ചെയ്താൽ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. ഇവിടെ പറയുന്ന പരിഹാര പ്രക്രിയയാണ്, നല്ലൊരു ഫോർമുലയാണ്. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. ഉള്ളത് മറ്റേതോ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ലക്ഷണത്തെയല്ല പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്. അപ്പോൾ വളരെ എളുപ്പം, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും നമ്മളെ അലട്ടുന്ന കേസാണ്. ചില വിദ്യാർത്ഥികൾക്ക് എന്നാലും മാറാത്തൊരു പ്രശ്നം ഉണ്ടാകും. അത് ഈ ഫോർമുല എടുത്ത് നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്താൽ മതി, അപ്പം തീരും. പക്ഷെ ഒരു അന്വേഷണ മനസ്സ് വേണം. ജഡ്ജ്മെന്റ് ഉണ്ടാകരുത്, മുൻധാരണ ഉണ്ടാകരുത്. നേരത്തെ കുട്ടി എങ്ങനെയാണ്, കുട്ടീൻ്റെ പിതാവിനും ഉണ്ടായിരുന്നു ഈ പ്രശ്നം, കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്കും ഉണ്ടായിരുന്നു പ്രശ്നം. ഇത്തരം ജഡ്ജ്മെന്റുകൾ ഉപേക്ഷിക്കണം. ജഡ്ജ്മെന്റുകൾ ചെയ്യരുത്. ഇല്ലാതെ കുട്ടിയിൽ ഇടപെട്ടാൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. ഇത് ഒരു വലിയ ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി പറഞ്ഞതാണ്. അതുകൊണ്ട് ചോദിക്കാതിരിക്കണ്ട, ചോദിക്കുന്നുണ്ട? ഞാൻ ഒരു അനുഭവം കൂടെ പറയാം. നിങ്ങൾ ചോദിക്കാൻ ഒരുങ്ങിക്കോട്ടോ. അത് ചോദിക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരു ടീച്ചർ, പ്രീ KG സ്കൂളിലെ ടീച്ചറാണ്. നല്ല ടീച്ചറാണ്, സ്മാർട്ടാണ്, നല്ല കഴിവുറ്റ ടീച്ചറാണ്, വലിയ സാലറിയൊക്കെ വാങ്ങുന്ന നല്ല കഴിവുള്ള ടീച്ചറാണ്. ഈ ടീച്ചർ ഒരു ദിവസം ആ സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് അപ്പോയിൻമെന്റ് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അല്ല, എനിക്ക് സെൻട്രലിൽ തന്നെ വന്നിട്ട് അപ്പോയിൻമെന്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ വന്നപ്പോൾ കുറേ കരഞ്ഞു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. കാരണം ആ സ്ഥാപനത്തിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ടീച്ചറാണ്. എത്ര വലിയ പ്രശ്നങ്ങളും ടീച്ചർ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. ആ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചറാണ് എൻ്റെ മുമ്പിൽ ഇരുന്നിങ്ങനെ ഒരുപാട് സമയം കരഞ്ഞ് ആ വെന്റിലേഷൻ കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോന് ഇപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു. നന്നായി പഠിക്കും, നല്ല സ്വഭാവമാണ്, നല്ല അച്ചടക്കമാണ്, നല്ല ബ്രില്യൻ്റാണ്, ഒക്കെയാണ്. രണ്ടാമത്തെ കുട്ടിക്ക് 3.5 വയസ്സായി. 3.5 വയസ്സുകാരനാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഈ അടുത്തായി കുടുംബ സദസ്സുകളിലോ എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചടങ്ങുകളിലൊന്നും പോകാറില്ല. കാരണം എൻ്റെ 3.5 വയസ്സുകാരനെ ആലോചിച്ചിട്ട്. ഞാൻ ചോദിച്ചു, 3.5 വയസ്സുകാരൻ എന്താ അംഗവൈകല്യമാണോ? അല്ല, അവൻ ഭയങ്കര അക്രമം കാണിക്കുന്നു. അക്രമം കാണിച്ചിട്ട് എൻ്റെ അടുത്ത വീടുകളിലെയും ബന്ധുക്കളിലെയും ചെറിയ കുട്ടികളൊന്നും എൻ്റെ വീട്ടിൽ വരൂല. മൂത്ത കുട്ടിയെ പറ്റി എന്നോട് പറഞ്ഞു, മൂത്ത കുട്ടി പലപ്പോഴും മുടി വലുതാകുമ്പോൾ ഉടനെ വെട്ടിത്തരാൻ വേണ്ടി പറയും. എന്തേ? ഈ ചെറിയ കുട്ടി മുടി കുറിച്ച് പറയും. മൂത്ത കുട്ടിക്ക് അത് പേടിയാണ്. കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഈ കുട്ടി കിട്ടുന്ന എല്ലാ കുട്ടികളെയും ആക്രമിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ചോദിക്കും, ഇത് ഏതിൻ്റെ കുട്ടിയാണ്, ഈ കുട്ടിയുടെ തള്ള ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഇത് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന, വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു മാറ്ററാണ്. ഞാൻ മടുത്തു, എൻ്റെ കുട്ടിയെ കൊണ്ട് എനിക്ക് വയ്യാതായി, ഞാൻ എന്ത് ചെയ്യണം?
ഞാൻ ആ കുട്ടിയെ ഈ ടീച്ചറെ എല്ലാം കേട്ടതിന് ശേഷം ടീച്ചറോടൊരു A4 എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ A4 എടുത്തതിന് ശേഷം ഫസ്റ്റ് കുട്ടിയെ ഗർഭിണിയാകുന്ന സമയത്തെ കാലയളവ് ഓർത്തെടുക്കാൻ പറഞ്ഞു. അത് എഴുതാൻ പറഞ്ഞു. ആ കുട്ടിയെ പ്രഗ്നന്റ് ആയ കാലയളവ്, പ്രസവിച്ച കാലയളവ്, മുലയൂട്ടിയ കാലയളവ് ഇതെല്ലാം എഴുതിച്ചു. എല്ലാം എഴുതി സ്ഥിരപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ A4 എടുക്കാൻ പറഞ്ഞു. ആ A4-ൽ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച കാലയളവ് എഴുതാൻ പറഞ്ഞു. മുലയൂട്ടിയ സമയം അതെല്ലാം എഴുതാൻ പറഞ്ഞു. ഒന്നാമത്തെ കുട്ടിയെ പ്രഗ്നൻസി ഗർഭം ധരിച്ച സമയത്ത് ടീച്ചർ ഫ്രീ ആയിരുന്നു. അതിനുശേഷമാണ്, അതായത് ഒന്നാമത്തെ കുട്ടിയുടെ ഈ പ്രഗ്നൻസിയും ഡെലിവറിയും ഫീഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചർ ജോബിലേക്ക് വന്നത്. രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച സമയത്ത് ടീച്ചർ ജോലിയിലാണ്. പ്രസവിച്ച ഏതാനും 1-2 മാസം ഒഴികെയുള്ള സമയങ്ങളെല്ലാം ടീച്ചർ ജോലിയിലാണ്. ഞാൻ ടീച്ചറോട് ചോദിച്ചു, പ്രഗ്നൻസി സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ ആലോചിച്ച് വല്ലപ്പോഴും ഒന്ന് വയറിന് മേലെ തലോടാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിരുന്നു? ഇല്ല. നിങ്ങൾ പ്രഗ്നൻസിയായി മുലയൂട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആസ്വദിച്ച് മുലയൂട്ടിയത് ഓർമ്മ ഉണ്ടോ? ഇല്ല. നിങ്ങൾ ടീച്ചിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ടീച്ചിങ്ങിന് പോകുന്ന സമയത്ത് ടീച്ചറുടെ മാതാവിൻ്റെ മദർ അടുക്കലേക്ക് ആക്കിയിട്ട് പോവുകയാണ് ചെയ്യുക. വന്നതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ കുട്ടിയെ കൂടെ ഇരുത്തിയിട്ട് ഒന്ന് മുഖത്ത് നോക്കി കുട്ടിയോട് കളിക്കാൻ ഇരുന്നിരുന്നോ വല്ലപ്പോഴും? ഇല്ല. നിങ്ങളും കുട്ടിയും തമ്മിൽ ഇത്തരത്തിലുള്ള റിലേഷൻ ഇല്ല. എന്താണ് പ്രശ്നം? അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ടീച്ചർ വീണ്ടും കരയാൻ തുടങ്ങി. ടീച്ചിങ് എന്നത് നമുക്കൊരു ഹാർഡ് വർക്കായി മാറുന്ന സമയത്ത് അത് വല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്തും. CP വർക്കിയുടെ ഹാൻഡിൽ വിത്ത് കെയറിലൊരു ചാപ്റ്റർ ഉണ്ട്. അതിലൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ ഈ പറയുന്ന നയനിലപാടുകൾ നടപ്പിലാക്കിയപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തോട് വന്ന് പറയും, നിങ്ങളെ ഈ പ്രശ്നം കൊണ്ട് ഇത് പരിഹരിക്കാനായില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഒരു ചെറിയ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കതിൽ കാണാം. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഒരു കുട്ടി, ആ കുട്ടിയെ എത്ര ടീച്ചേഴ്സ് ശ്രമിച്ചിട്ടും നേരെയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, സാറാ നിലപാട് ഇവിടെ ശരിയാകുന്നില്ലല്ലോ. അപ്പോൾ ഈ ആ കുട്ടിയുടെ പാരന്റിനെ പറ്റി പഠിക്കാൻ പറഞ്ഞു. പാരന്റ് 2 പേരും ടീച്ചറാണ്. 2 ആളും ടീച്ചറാണ്. മദറും ഫാദറും ടീച്ചറാണ്. അച്ഛനും അമ്മയും ടീച്ചറാണ്. 2 പേരും ടീച്ചറാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഞാനിപ്പോ തൊട്ട് മുമ്പ് ഉദ്ധരിച്ച ടീച്ചറുടെ സെയിം പ്രശ്നമാണ്. അപ്പൊ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാം. ടീച്ചേഴ്സിൽ 2 ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു ഈ കുട്ടിയെ. ഈ കുട്ടിക്ക് ഞാൻ നേരത്തെ PR പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർമ്മ ഉണ്ടോ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് കൃത്യമായി കെയർ ചെയ്യാൻ പറഞ്ഞു. 2 ടീച്ചർ ഈ കുട്ടിയെ സ്കൂളിൽ വരുന്ന ദിവസങ്ങളെല്ലാം കൃത്യമായി കെയറിങ് കൊടുക്കുക, ക്വാളിറ്റി ടൈം കൊടുക്കുക. ഈ കുട്ടിക്ക് ഈ രീതിയിൽ സ്നേഹം കൊടുക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് ഇൻചാർജ് കൊടുത്തു. അതുവരെ ഈ കുട്ടിയുടെ പ്രശ്നം എല്ലാ കുട്ടിയെയും ഈ കുട്ടി വേദനിപ്പിക്കും. എല്ലാ കുട്ടികളുമായിട്ട് ഈ കുട്ടിയെ അസഭ്യം പറയുകയോ എന്തെങ്കിലും ഒരു വികൃതി ഈ കുട്ടി ചെയ്യും. കുട്ടിയെ കൊണ്ട് വലിയ ഭാരമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് കുട്ടിയുടെ സ്വഭാവം മാറി. കുട്ടി നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കുട്ടി പഠനത്തിൽ ഉഷാറാകാൻ തുടങ്ങി. സ്വഭാവത്തിൽ മെച്ചം കാണിക്കാൻ തുടങ്ങി. എല്ലാറ്റിലും കുട്ടി ഉഷാറാകാൻ തുടങ്ങി. ഞാൻ ഈ അനുഭവം പറയുന്നത്, നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഫാമിലി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ഫാമിലി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലൈഫ് ഒരു ശൂന്യമായി പോകും. ഞാനൊരു പുസ്തകം റെഫർ ചെയ്യാം. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ, ഒരു പുസ്തകത്തിന്റെ പേരാണത്. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. ഒരു ശ്വാസം അതൊരു കേവലം കാറ്റാകുമ്പോൾ എന്നർത്ഥം വരുന്ന വെൻ ബ്രീത്ത് ബിക്കംസ് എയർ.
ഈ പുസ്തകം 2 ന്യൂറോളജിസ്റ്റുകളുടേതാണ്. അവർ ഒരുപക്ഷെ ഇന്റർനാഷണലി അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റുകളായി മാറി, ഇന്ത്യൻസാണ്. അപ്പോൾ ഇതില് ഈ ന്യൂറോളജിസ്റ്റായി ലോകത്തോടി നടന്ന് ചികിത്സകളും ട്രീറ്റ്മെന്റ് സർജറിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഡോക്ടർക്ക്, 2 പേരും ഡോക്ടറാണ്, ഭാര്യയും ഭർത്താവും. ഈ ഭർത്താവിന് ലങ്സിന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന് ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് അവരൊരു കാര്യം തിരിച്ചറിയുന്നത്: ഞാൻ എന്തിനായിരുന്നു ഒരു ന്യൂറോളജിസ്റ്റ് ആയത്? ഈ ചിന്ത അവരെ നന്നായി ചിന്തിച്ചപ്പോൾ ആ ചിന്തയാണ് അവർ ആ പുസ്തകമായി എഴുതിയത്. ആ പുസ്തകം പൂർത്തീകരിച്ചത് വൈഫാണ്. ഭർത്താവാണ് എഴുതിയത്, പൂർത്തീകരിക്കുന്നത് വൈഫാണ്. പറ്റുമെങ്കിൽ ആ പുസ്തകം വായിക്കണം. അതിലവർ പറയുന്ന ആശയം ഇതാണ്: നമ്മളെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫിന് വേണ്ടിയാണ്. നാം ടീച്ചിങ് നടത്തുന്നത് ഒരു ലൈഫിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ലൈഫ് നമുക്കുണ്ടാകണം. കളർഫുൾ ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള, ലവബിളായ ഒരു ലൈഫ്, സ്നേഹം നിറഞ്ഞ ഒരു ലൈഫ് നമുക്കുണ്ടാകണം.